ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോഷ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതായത് അക്ഷയയിൽ നിന്നും പോകാതെ നമുക്ക് ഡയറക്റ്റ് ഫോണിൽ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ ഗ്രാമപഞ്ചായത്തിന് വേറെ രീതിയാണ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നൊക്കെ വേറെ രീതിയാണ്. സോ ഇന്ന് നമ്മൾ പറയുന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലത്തെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഗ്രാമപഞ്ചായത്തിലത്തെ. ഓക്കെ, ഇത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലത്തെ കാര്യമാണ് പറയുന്നത്. രണ്ടും സൈറ്റ് ഡിഫറെൻ്റ് ആണ്. സോ ഇതിന് നമ്മൾ ആദ്യം എടുക്കേണ്ടത് കെ സ്മാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ്. ഗൂഗിൾ എടുത്തിട്ട് കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കെ സ്മാർട്ട് ആണ് നമ്മൾ എടുക്കേണ്ടത്. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. അതിൽ കുറേ ലിസ്റ്റിങ്സ് കൊടുത്തിട്ടില്ലേ, അതിൽ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എടുക്കുക. ഫൈൻഡ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണെന്ന് കൊടുക്കാൻ പറ്റും. ബർത്ത് സർട്ടിഫിക്കറ്റ് ആണോ, അതോ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണോ, അത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണോ നമുക്ക് വേണ്ടതെന്നുള്ളത് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം. സോ അതിൽ നമ്മൾ ലിസ്റ്റിങ്സിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ ഡിസ്ട്രിക്റ്റ് ഞാൻ തൃശ്ശൂർ കൊടുത്തു. ലോക്കൽ ബോഡി കോർപ്പറേഷനാണ് ലോക്കൽ ബോഡി ടൈപ്പ്. പിന്നെ ലോക്കൽ ബോഡി തൃശ്ശൂർ, ജെൻഡർ മെയിലാണ്. ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ മദറിൻ്റെ പേര്, ഇത്രയാണ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്. ഇത്രയും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇതുപോലെ വരും. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കാണാൻ പറ്റും. സോ അതിൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ തന്നെ ഡൗൺലോഡ് ഉണ്ടാവും. സോ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ കെ സ്മാർട്ട് എടുക്കാം. കെ സ്മാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ്, ഫൈൻ സർട്ടിഫിക്കറ്റ് എടുക്കാം. ഫൈൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നാ കൊടുക്കാം. ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും ലോക്കൽ ബോഡി, ഡിസ്ട്രിക്റ്റ് അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ഇതാ കണ്ടോ, ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ഏതാണ്, ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണ്, പിന്നെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക. എന്നാണ് ഡെത്ത് ചെയ്തത്, പിന്നെ ഡെത്ത് ആയിട്ടുള്ള ആളുടെ നെയിം, ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കാണും. അവിടെ ഡൗൺലോഡ് ഉണ്ടായിരിക്കും, അതിൽ ഡൗൺലോഡ് കൊടുക്കുക. ഇതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിന് ചെയ്യേണ്ടത്. ഇനി മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കെ സ്മാർട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കെ സ്മാർട്ടിൻ്റെ സൈറ്റ് വരുമ്പോൾ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. നേരത്തെ കണ്ട സെയിം സംഭവം തന്നെ. ഇതിൽ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഡീറ്റെയിൽ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് മാരേജിൻ്റെ ഡേറ്റ് ഒക്കെ ആവശ്യം വരും. ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, പിന്നെ ഡേറ്റ് ഓഫ് മാരേജ് ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഡേറ്റ് ഓഫ് മാരേജ് വരും, പിന്നെ ഹസ്ബൻഡിൻ്റെ പേര്, പിന്നെ വൈഫിൻ്റെ പേര്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെർച്ച് കൊടുക്കാം. സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് താഴെ വരും. ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വരും. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഡീറ്റെയിൽസ് ഉണ്ടാവും. അവിടെ ഡൗൺലോഡ് ഐക്കൺ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം. സോ നമുക്ക് കെ സ്മാർട്ട് വെച്ചിട്ട് സൈറ്റ് വെച്ചിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും പറയാണ്, ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ വേറെ സൈറ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കും ലിങ്ക്. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. ഗ്രാമപഞ്ചായത്ത് കെ സ്മാർട്ടിൽ കിട്ടില്ല. അതുപോലെ തന്നെ മറ്റേതിൻ്റെ സൈറ്റിൽ ഇത് കോർപ്പറേഷനും കിട്ടില്ല. അതൊന്ന് ജസ്റ്റ് ഓർമ്മയിൽ വെച്ചാൽ മതി. എളുപ്പമാണ്. എപ്പോഴും സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട്. സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യം വരുമ്പോൾ നല്ലതാണല്ലോ. ഇല്ലെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് എപ്പോഴും വേണമല്ലോ. ഡെത്ത് ആണെങ്കിലും മാരേജ് ആണെങ്കിലും ബർത്ത് ആണെങ്കിലും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ്. ഇനി ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.